ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ അബുദാബി നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിലെ കാഴ്ചകളാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മ്യൂസിയത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു വീഡിയോ ഇടുമ്പോൾ വീഡിയോ നല്ല ലോങ് ആയിരിക്കും. അപ്പോൾ വീഡിയോയുടെ ഓരോ ചെറിയ പാർട്ടായിട്ടാണ് ഇടുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഫസ്റ്റ് പാർട്ടിലെ മ്യൂസിയത്തിൽ ഞങ്ങൾ എത്തിയിട്ടുള്ള കാഴ്ചകൾ മുതൽ ദി സ്റ്റോറി ഓഫ് എർത്ത് എന്ന ഗാലറിയിലെ കാഴ്ചകളും കൂടിയാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അബുദാബി മ്യൂസിയങ്ങളുള്ള സാദിയത്ത് കൾച്ചറൽ ഡിസ്ട്രിക്റ്റിൽ എത്തുമ്പോൾ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം അവർ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവരുടെ ബസ്സിലാണ് കേട്ടോ നമ്മളെ മ്യൂസിയത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഫ്രീ ബസ് സർവീസാണ് ഉണ്ടായിരുന്നത്. ബസ്സിൽ 10 മിനിറ്റാണ് മ്യൂസിയത്തിൻ്റെ അവിടേക്ക് ഉണ്ടായിരുന്നത്. ഓരോ മ്യൂസിയത്തിലേക്കും പോകാൻ വെവ്വേറെ ബസ്സുകളാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. അബുദാബി സാദിയത്ത് കൾച്ചറൽ ഡിസ്ട്രിക്റ്റിൽ സ്ഥിതി ചെയ്യുന്ന നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ പ്രകൃതിശാസ്ത്ര മ്യൂസിയമാണ്. 2025 നവംബർ 22-നാണ് ഈ മ്യൂസിയം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തത്. പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവം മുതൽ ഭൂമിയുടെ 1380 കോടി വർഷത്തെ ചരിത്രവും പരിണാമവുമാണ് ഈ മ്യൂസിയത്തിൽ ദൃശ്യശ്രാവ്യ വിസ്മയങ്ങളോടെ ഒരുക്കിയിരിക്കുന്നത്. മ്യൂസിയത്തിലേക്കുള്ള എൻട്രി ഫീസ് അഡൽട്ട് 18 വയസ്സിന് മുകളിലുള്ളവർക്ക് 70 ദിർഹം, 18 വയസ്സിന് താഴെയുള്ളവർക്ക് എൻട്രി ഫ്രീ ആണ് കേട്ടോ. അതുപോലെ 60 വയസ്സിന് മുകളിലുള്ള സീനിയേഴ്സിന് എൻട്രി ഫ്രീ ആണ്. പിന്നെ ഓപ്പണിംഗ് അവേഴ്സ് മൺഡേ ടു തേഴ്സ്ഡേ 10 AM to 6:30 PM, ഫ്രൈഡേ ടു സൺഡേ 10 AM to 8:30 PM ആണ്. ഇൻ്റർനാഷണൽ മ്യൂസിയം ഡേ മെയ് 18-നാണ്. അപ്പോൾ ഇൻ്റർനാഷണൽ മ്യൂസിയം ഡേയോടനുബന്ധിച്ച് UAE-യിലുള്ള മ്യൂസിയങ്ങൾ 3 ഡേ ഫ്രീ എൻട്രി ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിലൊരു ദിവസമാണ് പോയത്. ഒഫീഷ്യൽ മ്യൂസിയം വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടാണ് പോയത്. ഫ്രീ എൻട്രി ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു കേട്ടോ. ഹാഫ് ഡേ കാണാനുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞിട്ടാണ് നമ്മളെ അകത്തേക്ക് കടത്തിവിടുന്നത്. അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം കാണുന്നത് ഇതുപോലെയാണ്. കുറേ ദിനോസറുകളുടെ അസ്ഥികൂടങ്ങൾ നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബ്രാക്കിയോസോറസ് അമേരിക്കൻ ഐക്യനാടുകളിലെ മോറിസൺ ഫോർമേഷൻ എന്ന പാറയടുക്കുകളിൽ സംരക്ഷിക്കപ്പെട്ടിരുന്ന പുരാതന നദീതടങ്ങളിൽ നിന്നാണ് അപൂർവവും ശ്രദ്ധേയവുമായ ഈ അസ്ഥികൂടം കണ്ടെത്തിയത്. മറ്റ് സസ്യബുക്കുകളായ ദിനോസറുകളേക്കാൾ ബ്രാക്കിയോസോറസിന് ഒരു പ്രത്യേക നേട്ടമുണ്ടായിരുന്നു. വനങ്ങളിലെ ഉയർന്ന മരങ്ങളുടെ തലപ്പിലേക്ക് സ്വന്തം തല ഉയർത്തിപ്പിടിക്കാൻ ഇതിന് കഴിയുമായിരുന്നു. പിൻകാലുകളേക്കാൾ നീളമുള്ള മുൻകാലുകളാണ് നിലത്തു നിന്ന് ഏകദേശം 13 മീറ്റർ വരെ ഉയരത്തിലേക്ക് എത്തുവാൻ ഇതിനെ സഹായിച്ചത്. ഈ ശാരീരിക പ്രത്യേകത കാരണം മറ്റ് സസ്യബുക്കുകളായ ദിനോസറുകൾക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്തത്ര ഉയരത്തിലുള്ള ഇലകൾ വരെ ഭക്ഷണമാക്കാൻ ബ്രാക്കിയോസോറസിന് സാധിച്ചു. ഹിസ്റ്ററി പഠിക്കുന്നവർക്കും ഗവേഷണം നടത്തുന്നവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് ഇനി ഈ മ്യൂസിയത്തിലെ ഓരോ ഗാലറിയിലെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കാണാം. അതിനായി നമ്മൾ ആദ്യം കയറിയത് ദി സ്റ്റോറി ഓഫ് എർത്ത് എന്ന ഗാലറിയിലേക്കാണ്. അപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടിട്ട് വരാം.
മർച്ചീസൺ ഉൽക്കാശിലയാണിത് കേട്ടോ. അതായത് ഭൂമിയിൽ ഇന്ന് വരെ കണ്ടെത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കമേറിയ വസ്തുവായ 700 കോടി വർഷം പഴക്കമുള്ള പ്രീ സോളാർ കണങ്ങൾ അടങ്ങിയിരിക്കുന്നത് ഈ മർച്ചീസൺ ഉൽക്കാശിലയിലാണ്. അതുപോലെ പ്രോട്ടീനുകളുടെ അടിസ്ഥാന ഘടകങ്ങളായ അമിനോ ആസിഡുകൾ ഭൂമിക്ക് പുറത്തുള്ള ഒരു വസ്തുവിൽ നിന്ന് ആദ്യമായി കണ്ടെത്തിയത് ഈ ഉൽക്കാശിലയിൽ നിന്നാണ്. കാർബോണിഫറസ് പ്ലാന്റ്സ് ഏകദേശം 35 കോടി വർഷങ്ങൾക്ക് മുൻപുള്ള കാലഘട്ടമാണ് കാർബോണിഫറസ് കാലഘട്ടം. ഇന്നത്തെ കൽക്കരി നിക്ഷേപങ്ങൾ രൂപപ്പെട്ടത് ഈ കാലഘട്ടത്തിലെ സസ്യങ്ങളിൽ നിന്നാണെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ അന്തരീക്ഷത്തിലെ ഓക്സിജൻ്റെ അളവ് വളരെ കൂടുതലായതിനാൽ ഈ സസ്യങ്ങൾ അതിവേഗം വളർന്നു. ഈ പ്രാചീന സസ്യങ്ങളുടെയും ജീവികളുടെയും അപൂർവമായ ഫോസിലുകളാണ് ഈ കാണുന്നത്.
എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതണേ. അതുപോലെ എൻ്റെ ചാനലിലെ വീഡിയോസ് നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൾ എന്ന് എനേബിൾ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നെക്സ്റ്റ് ഒരു പുതിയ വീഡിയോയുമായി, അതായത് മ്യൂസിയത്തിൻ്റെ ഗാലറിയുടെ അടുത്ത ഭാഗവുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.